പ്രേംലാൽ, ഒടുവിൽ പാകിസ്ഥാൻ എല്ലാം തുറന്ന് സമ്മതിച്ചു. ഷഹബാസ് ഇപ്പോൾ പറയുന്ന ബ്രഹ്മോസ് അവർക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചു എന്നാണ്. ഇനിയിപ്പോൾ അവർ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അതായത് ഒരു രണ്ട് ഒരു ചിരപുരാതന ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. കുറഞ്ഞ പക്ഷം അവരുടെ സൈനികരുടെ മനോബലം കാക്കാനെങ്കിലും അവിടുത്തെ ഭരണാധികാരി ഭംഗിക്കെങ്കിലും ഒരു വാക്ക് പറയേണ്ടതാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചങ്ങാതി ഒരു വട്ടമല്ല 2 വട്ടം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല പണി കിട്ടി എന്നുള്ളത്. ഇതിപ്പോൾ അവസാനം പറഞ്ഞേക്കുന്നത് അസർബൈജാനിൽ ചെന്നിട്ടാണ്. അസർബൈജാനിൽ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും കൂടി പങ്കെടുക്കുന്ന ഒരു ത്രികക്ഷി ഒരു സമ്മേളനം നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു വേദിയിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഷഹബാസ് ഷെരീഫ് കൃത്യം പറഞ്ഞേക്കുന്നത്. അതായത് സംഭവം ടൈം ലൈൻ സഹിതമാണ് പുള്ളി വിശദീകരിക്കുന്നത്. അതായത് 7-ാം തീയതി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. പ്രധാന 11 ടെററിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവിടെ പ്രിസീസീവ് അറ്റാക്ക് നടക്കും, കൃത്യമായി സൂക്ഷ്മമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. ഇതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ, അതായത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ ആക്രമിക്കുന്ന തരത്തിൽ സൈനിക നീക്കവും നടത്തി. ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ച്, മിസൈലുകൾ അടക്കം ഉപയോഗിച്ച്. ഇതിന് തിരിച്ചടി നൽകാനായിട്ടാണ് ഇന്ത്യൻ സേന ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ചത്. പക്ഷേ ഇത് ഏത് ആയുധമാണോ, ഏതൊക്കെ വിമാനങ്ങൾ ഉപയോഗിച്ചോ എന്ന് ഇന്ത്യ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആക്രമണം നടത്തി, ഞങ്ങൾ ലക്ഷ്യം സാധിച്ചു, അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടതല്ലാണ്ട് ഏതൊക്കെ യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ചു എന്നുള്ളത് ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നു ബ്രഹ്മോസ് അടക്കം, നമ്മുടെ റഫേൽ അടക്കം, സുഖോയ് അടക്കമുള്ള യുദ്ധസാമഗ്രികൾ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്ത്യ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ രസകരമായ സംഗതി. അതായത് ഈ ഷഹബാസ് ഷെരീഫ് അതിൻ്റെ ടൈം ലൈൻ സഹിതമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അവരുടെ രീതിയിലൊരു സൈനിക മുന്നേറ്റം നടത്തി. ഇന്ത്യ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം ഈ പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഇന്ത്യ ചെറുത്തതിന് പ്രതികാരമെന്ന നിലയിൽ വലിയ രീതിയിലുള്ളൊരു സന്നാഹം പാകിസ്ഥാൻ ഒരുക്കുന്നുണ്ടായിരുന്നു. അത് മെയ് 10-ാം തീയതി രാവിലെ 4:30 ഈ മുസ്ലിം വിശ്വാസപ്രകാരം പ്രഭാത നമസ്കാരമുണ്ട്, ഫജർ എന്നാ പറയുക. അപ്പോൾ ഈ 4:30 ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആക്രമണം നടത്താനായിരുന്നു സൈനിക മേധാവി അസീം മുനീർ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ഈ 10-ാം തീയതി 4:30 ആണ് ഇവർ സമയം നിശ്ചയിച്ചിരുന്നതെങ്കിൽ 2:30 ഇതേ അസീം മുനീർ ഈ പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞു നമ്മുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ബ്രഹ്മോസ്, അയാൾ കൃത്യം പറയുന്നു, ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ത്യ ആക്രമിച്ചത് റാവൽപിണ്ടി എയർപോർട്ട്, നൂർഖാൻ എയർബേസ് അടക്കമുള്ള 11 സ്ഥലങ്ങളിലാണ്. അതിൽ റാഫിക്കി, റഹീം യാർ ഖാൻ, മൂറിദ്, സുക്കൂർ, ചുനിയാൻ എന്നീ സൈനിക താവളങ്ങളാണ്. എയർബേസുകളായിട്ടുള്ളത് സ്കാദു, ബൊലാരി, ജക്കദാബാദ്, സർഗോദ, ഈ ഇത്ര എയർബേസുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെയും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഉപയോഗിച്ചത് 15 ബ്രഹ്മോസ് മിസൈലുകളാണെന്നും പറയുന്നു. നേരത്തെ വാർത്തകൾ വന്നത് ഇത് ഉപയോഗിച്ചത് നമ്മുടെ റാഫേൽ വിമാനങ്ങളിൽ നിന്നാണെന്നും സുഖോയിൽ നിന്നാണെന്നും ഒക്കെ ഇങ്ങനെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ബ്രഹ്മോസ് തൊടുത്തുവിട്ടത് സുഖോയ് വിമാനങ്ങളിൽ നിന്നാണ്. നേരത്തെ INS വിക്രാന്തിയിൽ നിന്ന് മിസൈൽ തൊടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പ്രകാരം സുഖോയ് യുദ്ധവിമാനങ്ങൾ, അതായത് റഷ്യൻ നിർമ്മിത സുഖോയ് യുദ്ധവിമാനങ്ങൾ നിന്നാണ് ഇത് തൊടുത്തുവിട്ടതെന്ന് പറയുന്നു. അതിൻ്റെ കാരണമായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന റാഫേലിൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഘടിപ്പിക്കാനായിട്ടുള്ള സാങ്കേതിക പ്രശ്നമാണ്. സുഖോയ്ക്ക് ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്നാണ് ഈ മിസൈൽ തൊടുത്തുവിട്ടത്. ഏതാണ്ട് 300 കിലോമീറ്ററാണ് ഈ ബ്രഹ്മോസിൻ്റെ റേഞ്ച്. അപ്പോൾ നേരത്തെ വാർത്തകൾ പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി കടക്കാതെ ഇന്ത്യൻ എയർബേസ്, ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മിസൈൽ തൊടുത്തതെന്ന് പറയുന്നു. എന്നാൽ ഈ സൂചനകൾ പ്രകാരം ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയെന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. അതായത് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇന്ത്യയെ വലിയൊരു പാഠം പഠിപ്പിക്കാനായിട്ട് സൈനിക മേധാവി അസീം മുനീർ തയ്യാറെടുത്ത് നിന്നിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടലുകൾ ഇന്ത്യ തെറ്റിച്ചു. അവർ ആക്രമണത്തിന് പദ്ധതിയിട്ട സമയത്തിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ്
ഇന്ത്യ അവിടെ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി, വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. അപ്പോൾ ഈ അവരുടെ വ്യോമതാവളങ്ങളും റഡാർ സംവിധാനങ്ങളും എല്ലാം പാടെ തകർന്നതോടെ അവരുടെ ആക്രമണ പദ്ധതി, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോയി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് വെടിനിർത്തലിന് വഴങ്ങണം എന്ന തരത്തിൽ പാകിസ്ഥാൻ നമ്മളോട് അഭ്യർത്ഥന നടത്തിയത്. ഈ പറഞ്ഞതുപോലെ മെയ് 10-ാം തീയതി പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്തിയത്. അതായത് കൃത്യം 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി 4 ദിവസം കഴിഞ്ഞ് മെയ് 10-ാം തീയതി പുലർച്ചെ ആക്രമണം നടത്തുന്നു. അപ്പോൾ തന്നെ അവർ വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയോട് അപേക്ഷ വെച്ചു. അതായത് കൃത്യമായി പറഞ്ഞാൽ രാവിലെ 11:30 പാകിസ്ഥാൻ്റെ DGM ഇന്ത്യയിലോട്ട് ഈ ഹോട്ട് ലൈൻ വഴി ബന്ധപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ സൈനിക മേധാവി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് വൈകിട്ട് ഏതാണ്ട് 3-3:30 കൂടിയാണ്. ഇതിന് ശേഷമാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. പക്ഷേ ഇതിനിടയിൽ ട്രംപ് കയറി ഞാൻ ചർച്ച നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് 5:30 ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് വലിയ വിവാദമായി. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനിൽ അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ ബ്രഹ്മോസ് അടക്കമുള്ള ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. അത് താങ്ങാനാവാതെ പാകിസ്ഥാൻ സേന ഒരു പ്രത്യാക്രമണത്തിന് പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് അവർക്ക് വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയെ സമീപിച്ചതെന്ന് ഈ പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഈ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നിട്ടുണ്ട്. അതുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അത് പുരോഗമിക്കുക? അതായത് പാക് പ്രധാനമന്ത്രി ഈ കുറ്റസമ്മതം നടത്തുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യയുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഈ ഭീകരവാദം സംബന്ധിച്ചുള്ള പ്രശ്നം, കാശ്മീർ, വാണിജ്യ കരാറുകൾ, ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ്. ഇന്ത്യ വെള്ളം തടഞ്ഞു വെച്ചേക്കുന്നു എന്നാണല്ലോ അവരുടെ പരാതി. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനോട് നമുക്ക് ചർച്ചയാകാം എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടുതരണം. ഭീകരവാദവും നയതന്ത്രവും ഒരുമിച്ച് പോകില്ല. അപ്പോൾ ഇത്തരത്തിൽ കർശന നിലപാടെടുത്തെങ്കിലേ ചർച്ചയാകുള്ളൂ ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇങ്ങോട്ട് അപേക്ഷയായി വരുന്നൊരു സാഹചര്യം. അതിൻ്റെ കാരണം നിലവിൽ അവരുടെ സൈനിക ശേഷിയിൽ വലിയൊരു ഇടിവുണ്ടായി. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വലിയ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരു ബലാബലത്തിന് പാകിസ്ഥാന് ശേഷിയില്ല. അതുകൊണ്ട് ഇനി സമാധാനവും നയതന്ത്രവും മാത്രമാണ് ഇനി ആശ്രയം. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ചൈനയുമായിട്ട് വീണ്ടും കുറച്ചുകൂടി ആയുധങ്ങൾ കിട്ടാനായിട്ട്. കാര്യം ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിലവിൽ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇതുകൊണ്ടാണ് പുതിയ 5-ാം തലമുറ വിമാനങ്ങൾക്കടക്കം പാകിസ്ഥാൻ ചൈനയെ സമീപിക്കുന്നത്. ചൈനയുടെ തന്നെ മിസൈലുകൾ, ഏറ്റവും വലിയ P-51 അടക്കമുള്ള P-15 അടക്കമുള്ള മിസൈലുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത്. പക്ഷേ അത് നിഷ്ഫലമായി പോവുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.